ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും പ്രതികൂലം കഠിനമായി തീർന്നാലും ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും പ്രതികൂലം കഠിനമായി തീർന്നാലും നീരിൽ തിരമാല ഉയർന്നാലും വെള്ളമെന്റെ പ്രാണനോളം എത്തിയാലും നീരിൽ തിരമാല ഉയർന്നാലും വെള്ളമെന്റെ പ്രാണനോളം എത്തിയാലും എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോയില്ല. എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. നഷ്ടം മാത്രം മുന്നിൽ കണ്ടാലും കണ്ണുനീരിൻ താഴ്വരയിലായിടിലും നഷ്ടം മാത്രം മുന്നിൽ കണ്ടാലും കണ്ണുനീരിൻ താഴ്വരയിലായിടിലും ദുഃഖം കൊണ്ടു കണ്ണുകൾ കുഴിഞ്ഞാലും ഏറ്റം ക്ഷീണിതന തീർന്നാലും ദുഃഖം കൊണ്ടു കണ്ണുകൾ കുഴിഞ്ഞാലും ഏറ്റം ക്ഷീണിതന തീർന്നാലും എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. 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 താണുവീഴുത്ത് ആരാധിക്കും, ആകുലം മറന്നു ഞാൻ സ്തുതിച്ചിടും. താണുവീഴുത്ത് ആരാധിക്കും, ആകുലം മറന്നു ഞാൻ സ്തുതിച്ചിടും. അവത്വത്തിൻ യോഗ്യന കുഞ്ഞാടേ ആരാധിച്ചിടും നിന്നെയും. അവത്വത്തിൻ യോഗ്യന കുഞ്ഞാടേ ആരാധിച്ചിടും നിന്നെയും. എന്റെ ആരാധന കുറയുന്നില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. 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 സങ്കീർത്തനങ്ങൾ 32:5 വാക്യം. ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപരാധബോധത്തിന്റെ ഞെരുക്കം എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരുവന്റെ ജീവിത നിലവാരം ഉന്നതവും ഉയർന്നതുമായിരിക്കും. അവൻ്റെ ആത്മീയ ജീവിതവും ലൈംഗിക ജീവിത നിലവാരവും നിയന്ത്രിക്കപ്പെടുന്നത് ക്രിസ്തുവിനാലാണ്. അപ്രകാരമുള്ളവൻ്റെ ജീവിതത്തിൽ നിന്നാണ് ദൈവ സ്വഭാവം പ്രതിഫലിക്കുവാനിടയാകുന്നത്. അപ്രകാരമുള്ള ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചവനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഭക്തന്റെ ജീവിതത്തിൽ കൂടി ലോകത്തിന് ക്രിസ്തുയേശുവിനെ വെളിപ്പെടുത്തി കൊടുക്കണമെന്നതാണ് ഒരു ക്രിസ്തു ഭക്തന്റെ ജീവിത ലക്ഷ്യം. അതിനൊരു വിശ്വാസി ഒരുക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ പ്രാരംഭ പടിയാണ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ളത്. ദൈവഭക്തനായ ദാവീദ് ഭാഗ്യവാനായത് എപ്രകാരമാണ് എന്ന് താൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പാപം ക്ഷമിച്ചു കിട്ടിയവൻ ഭാഗ്യവാനാണ്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാനാണ് എന്ന് സങ്കീർത്തനക്കാരൻ വ്യക്തമായി ഓർപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയരെ, പാപത്തിൻ്റെ അരക്ഷിതാവസ്ഥയുള്ള ബോധമണ്ഡലത്തിൽ വളരെയേറെ പിരിമുറുക്കത്തോട് ജീവിച്ചിരുന്ന നാളുകളിലൊന്നിൽ ദാവീദിനൊരു ബോധ്യമുണ്ടായി. എനിക്ക് ക്ഷമ ആവശ്യമായിരിക്കുന്നു. ഞാൻ ദൈവത്തെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പാപത്തിൻ്റെ ബോധത്തിൽ
എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോകുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കരം രാവും പകലും എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോകുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു വിടുതൽ തരാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് എനിക്ക് ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ് എന്ന ബോധ്യത്തിൽ ഭക്തൻ തൻ്റെ ലംഘനവും പാപവും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുവാൻ ഒരുങ്ങുന്നു. തനിക്കൊന്ന് മനസ്സിലായി, എൻ്റെ ലംഘനവും എൻ്റെ പാപവും എന്നെ നിർഭാഗ്യവാനാക്കിയിരിക്കുന്നു. അതിൻ്റെ കുറ്റം എനിക്ക് ഇളച്ചു കിട്ടിയാൽ ഞാൻ ഭാഗ്യവാനാക്കപ്പെടും. പ്രിയരെ, ദൈവിക പദ്ധതിക്കായി വിളിയുള്ള ഒരുവന്റെ മേൽ ദൈവത്തിനുള്ള ലക്ഷ്യത്തിൽ നിന്നും അവൻ അറിവുള്ളവനായിരിക്കുകയും ആ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു പോകുന്നതിനെ ലംഘനമെന്നും പറയും. നാം ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്ന ലംഘനക്കാരാണോ? ശരിയായ ലക്ഷ്യം നമ്മുടെ മുൻപിൽ നാം വെച്ചിട്ട് തെറ്റായ ഒരു സാഹചര്യത്തിൽ നാം ചെന്ന് പതിക്കുന്നെങ്കിൽ ആ ലക്ഷ്യം തെറ്റിയിരിക്കുന്നു. അതിനെ പാപം എന്ന് വിളിക്കാം. ചെയ്യരുതാത്തത് നാം ചെയ്യുന്നത് ലംഘനവും ചെയ്യേണ്ടത് നാം ചെയ്യാതിരിക്കുന്നത് പാപവും എന്ന ഒറ്റ വാക്കിൽ നമുക്ക് വിവക്ഷിക്കാം. അങ്ങനെയെങ്കിൽ പ്രിയരെ, നാം അതിൻ പ്രകാരം ജീവിക്കുന്നവരോ? ദൈനംദിന ജീവിതം ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തുക. ഭാഗ്യവാന്മാരുടെ ഗണത്തിലേക്ക് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ട് പാപത്താലും ലംഘനത്താലും നിർഭാഗ്യാവസ്ഥയിലേക്ക് നാം തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. അറിഞ്ഞോ അറിയാതെയോ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ, അപരാധബോധത്തിൽ ജീവിതം തള്ളി നീക്കുന്ന അവസ്ഥയിലാണെങ്കിൽ, ആരാധന നഷ്ടപ്പെടുത്തുന്ന ജീവിത സാഹചര്യത്തിൽ കഴിയുന്നുവെങ്കിൽ, ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് ഉലച്ചിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ, ദാവീദിനെ പോലെ മടങ്ങി വരിക. പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരുന്നവൻ ഒരു ഏറ്റുപറച്ചിലിൻ്റെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തിൻ്റെ നിലവിളിയെ കേട്ട് ഉത്തരമരുളുവാൻ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തെ നന്നായി അറിയുന്നവൻ, നമ്മെ നന്നായി കാണുന്നവൻ, അവൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. നാം എത്ര മറച്ചു വെച്ചാലും പ്രിയരെ ഒന്നും അറിയപ്പെടുന്നില്ല. തുറന്നു പറയുക, ഏറ്റുപറയുക. ക്രിസ്തു നിയന്ത്രിതമായ ഒരു ജീവിത നിലവാരം കൈക്കൊണ്ട് ഭാഗ്യവാനായി ജീവിക്കുക. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. നമ്മിലെ ലംഘനവും പാപവും ആഴത്തിലുള്ള അപരാധബോധം ദൈവമക്കളിൽ അവശേഷിപ്പിക്കുന്ന വിഷയങ്ങളാണ്. ആ അവശേഷിപ്പ് ഒരുവനിൽ രഹസ്യമായോ പരസ്യമായോ ഞെരുക്കത്തിൻ്റെ, അപകർഷതാബോധത്തിൻ്റെയൊക്കെ, രോഗത്തിൻ്റെയൊക്കെ തലങ്ങളിലേക്ക് അവനെ എത്തിക്കും. ദൈവിക വിളിയുള്ളവൻ അതിൽ നിന്നൊക്കെ വിടുതൽ നേടണം. അവൻ്റെ ജീവിതത്തെ ക്രിസ്തുയേശുവിൻ്റെ പ്രതിഫലനത്തിനായി സമർപ്പിക്കണം. അവൻ്റെ ജീവിതം തന്നെ ക്രിസ്തു തന്നെ നിയന്ത്രിക്കുവാനിടയാകും. കൂടപ്പിറപ്പുകളെ, ഏതെങ്കിലും അപരാധബോധത്തിന് അടിമകളാണോ നിങ്ങളെന്ന് പരിശോധിക്കുക. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ പാപബോധവും ലംഘനത്തിൻ്റെ അപകർഷതാബോധവും ഒക്കെ നിങ്ങളെ ഞെരുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ആത്മശോധന കഴിച്ചു തിരിച്ചറിയണം. ദൈവിക ഭാഗ്യാവസ്ഥയുടെ ആനന്ദം ഇനിയും ജീവിതത്തിൽ വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ ദാവീദ് തീരുമാനിച്ചതുപോലെ, ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ വായിച്ച് ധ്യാനിച്ച് കേട്ടോ ബലപ്പെടുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ ഭാഗ്യാവസ്ഥ അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഏതെങ്കിലും അപരാധബോധത്തിൻ്റെ ഞെരുക്കം ഞങ്ങളിൽ വ്യാപരിച്ച് ഞങ്ങളെ തകർത്തു കളയാൻ അനുവദിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തെ ആത്മശോധനയ്ക്ക് വിധേയപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവേ,
ഹൃദയം നിറഞ്ഞ സമാധാനം അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തെ ആരാധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ജീവിക്കുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കണം. അപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവ് ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പകർന്നു കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. അപ്പച്ചാ, പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും പ്രതികൂലം കഠിനമായി തീർന്നാലും, ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും പ്രതികൂലം കഠിനമായി തീർന്നാലും, ഭീതിയിൽ തിരമാല ഉയർന്നാലും, വെള്ളമെന്റെ പ്രാണനോളം എത്തിയാലും, ഭീതിയിൽ തിരമാല ഉയർന്നാലും, വെള്ളമെന്റെ പ്രാണനോളം എത്തിയാലും, എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോയില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. നഷ്ടം മാത്രം മുന്നിൽ കണ്ടാലും കണ്ണുനീരിൻ താഴ്വരയിലായിടും. നഷ്ടം മാത്രം മുന്നിൽ കണ്ടാലും കണ്ണുനീരിൻ താഴ്വരയിലായിടും. ദുഃഖം കൊണ്ടു കണ്ണുകൾ കുഴിഞ്ഞാലും, ഏറ്റം ക്ഷീണിതന തീർന്നാലും, ദുഃഖം കൊണ്ടു കണ്ണുകൾ കുഴിഞ്ഞാലും, ഏറ്റം ക്ഷീണിതന തീർന്നാലും, എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറിപ്പോകില്ല. എന്റെ ആരാധന കുറയുകില്ല, എന്റെ ആനന്ദം മാറി